നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചത് ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയുടെ പകർപ്പുകൾ തനിക്കെത്തിക്കണമെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉഗ്രശാസനയ്ക്ക് മുന്നിൽ സത്യത്തിൽ പിണറായി സർക്കാർ മുട്ടിടിച്ചു നിൽക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ നിന്നാണ് ഗവർണർ ഈ നിർദ്ദേശം നിയമവകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. നിയമ സെക്രട്ടറി റിട്ടിന്റെ കോപ്പി രാജ്ഭവനിലെത്തി ഗവർണറുടെ ഓഫീസിന് കൈമാറി. റിട്ട് ഹർജിയുടെ കോപ്പി സർക്കാർ നൽകില്ല എന്നാണ് ഗവർണറും രാജ്ഭവനും പ്രതീക്ഷിച്ചത്. കേരള സർക്കാരിന്റെ ഹർജി വരും ദിവസങ്ങളിൽ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ ഗവർണർക്കായി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഹാജരാവും. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അറ്റോർണി ജനറലുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്തയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് അയക്കാനിടയായ സാഹചര്യം വിശദീകരിച്ച് വസ്തുതാ റിപ്പോർട്ടുകൾ നൽകാനാണ് വെങ്കിട്ടരമണിയുടെ ഉപദേശം. ഇതിനുള്ള ഒരുക്കങ്ങൾ രാജ്ഭവനിൽ തുടങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രപതിക്ക് അയച്ചതും കാരണം വ്യക്തമാക്കാതെ രാഷ്ട്രപതി തടഞ്ഞുവെക്കുന്നതും ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മാർഗരേഖ വേണമെന്നാണ് മറ്റൊരു ആവശ്യം. ചുരുക്കത്തിൽ രാഷ്ട്രപതിക്കെതിരെയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി വി വേണുവും പേരാമ്പ്ര MLA TP രാമകൃഷ്ണനുമാണ് വ്യത്യസ്ത ഹർജികൾ നൽകിയത്. മുൻ അറ്റോർണി ജനറൽ കെ വേണുഗോപാലാണ് കേരളത്തിന് വേണ്ടി ഹാജരാകുന്നത്. സർവകലാശാലകളുടെ സ്വയംഭരണം വെട്ടിച്ചുരുക്കുമെന്നും സർക്കാരിന്റെ അതിരുവിട്ട ഇടപെടലുകൾക്ക് വഴിവെക്കുമെന്നും വ്യക്തമായതിനാലാണ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് എന്ന് ഗവർണർ സുപ്രീം കോടതിയെ അറിയിക്കും. ബില്ലുകൾ സർക്കാരിന്റെ ഏകപക്ഷീയമായ ഇടപെടലിന് കാരണമാകും. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതെയാക്കും. വൈസ് ചാൻസലർ നിയമനത്തിന് 5 അംഗ കമ്മിറ്റിക്കായുള്ള ബില്ല് സെർച്ച് കമ്മിറ്റിയിലെ UGCയുടെയും ചാൻസലറുടെയും പ്രതിനിധികളുടെ പ്രസക്തി ഇല്ലാതാക്കും. സ്വകാര്യ വ്യക്തിയെ ചാൻസലറാക്കുന്ന ബില്ല് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ചാൻസലർമാർക്ക് സ്വയംഭരണ അധികാരമില്ലാതെയാവും. 7 ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത്. ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് അനുമതി നൽകിയത്. 4 തള്ളി. 2021 വാൾ സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിയമന ഭേദഗതി 1 ബില്ലും 2022 ഗവർണറുടെ ചാൻസലർ സ്ഥാനം ഒഴിവാക്കാനുള്ള 2 ബില്ലും മാത്രമാണ് രാഷ്ട്രപതിയുടെ മുന്നിൽ ഉള്ളത്. ഇതാണ് രാഷ്ട്രപതി ഒപ്പിടാത്തത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുത് എന്ന സുപ്രീം കോടതി ഉത്തരവുണ്ടെന്ന് നിയമമന്ത്രി P രാജീവ് പറഞ്ഞ രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമായ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ബില്ലുകൾ അല്ല എന്നിരിക്കെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച നടപടി തന്നെ ഭരണഘടനാപരമല്ല. ബില്ലുകൾ വൈകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണ് ഉള്ളത് എന്ന് മന്ത്രി രാജീവ് കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ പാസായ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. രാഷ്ട്രപതിയെ കൂടാതെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറെയും കക്ഷി ചേർത്താണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിൽ അടക്കം തീരുമാനം വന്നിട്ടില്ല. നേരത്തെ തന്നെ ഇതടക്കം ചില ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ഉൾപ്പെടുന്ന വാദം ഉയർന്നിട്ടുള്ളതാണ്. ഇതിൽ ഭരണഘടനാ വിദഗ്ധരോടും അഭിഭാഷകരോടുമെല്ലാം ചർച്ച ചെയ്ത ശേഷമാണിപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതി. ഇതിനെതിരായ പരാതി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഇതൊരു അപൂർവമായ ഹർജിയാണ്. ഇത് രാജ്യത്തെ അപൂർവ സംഭവങ്ങളിൽ ഒന്നായാണ് മാറുന്നത്. രാജ്യത്തെ എല്ലാ ഗവർണർമാരും കേന്ദ്ര നിയമമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിനെതിരെ അണിനിരക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അറ്റോർണി ജനറലിനെ തന്നെ ഇറക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടുന്നതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ ഭരണഘടനാപരമായ പരിരക്ഷയാവും ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണഘടനാ വിരുദ്ധവും സർക്കാരിന് ദുരുദ്ദേശവുമുള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞുവെക്കുന്നത് എന്നാണ് ഗവർണറുടെ വാദം. അതായത് രാഷ്ട്രപതിക്ക് അയച്ചത്. രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ തൊട്ടുകളിക്കാൻ സുപ്രീം കോടതി തയ്യാറാകുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെ സർക്കാർ മാനേജ് ചെയ്യും. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രസിഡന്റിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ കേരള കേസിലൂടെ പ്രതിരോധിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. സാധാരണഗതിയിൽ ഗവർണർമാർക്കെതിരെ കോടതികൾ ഉത്തരവുകൾ പാസാക്കാറേയില്ല. ചില നിരീക്ഷണങ്ങൾ നടത്താറ് മാത്രമാണ് പതിവ്. 2021 നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ബില്ലുകളിൽ ഒപ്പിടാത്തത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു. ഓരോ ബില്ലും ഒപ്പിടാത്തതിന്റെ കാരണം ഗവർണർ തിരുത്തി.
ആശുപത്രികളെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ബില്ല്, GST നിയമത്തിൽ ഭേദഗതി വരുത്തിയുള്ള നികുതി ചുമത്തൽ നിയമങ്ങൾ, ബില്ല് എന്നിവ ഗവർണർ ഒപ്പിട്ടത് ചൂണ്ടിക്കാട്ടി ഭരണസ്തംഭനമെന്ന സർക്കാർ വാദത്തെ നേരിടും. ബില്ലുകൾ ഗവർണർക്ക് അംഗീകരിക്കുകയോ തടഞ്ഞുവെക്കുകയോ പുനർപരിശോധിക്കുകയോ ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ ചെയ്യാം. തിരിച്ചയക്കുന്ന ബില്ല് നിയമസഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതികളോടെയോ ഇല്ലാതെയോ ഗവർണർക്ക് അയച്ചാൽ ഒപ്പിട്ടേ പറ്റൂ. അതിനാലാണ് തീരുമാനമെടുക്കാതെ രാജ്ഭവൻ രാഷ്ട്രപതിക്ക് അയച്ചത്. ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളും കാരണവും ഇവയാണ്. ചാൻസലർ പദവി വെട്ടൽ ബില്ല് പാസാക്കിയാൽ വാഴ്സിറ്റികൾ രാഷ്ട്രീയ അതിപ്രസരമുണ്ടാകും. ഇത് സംഭവിച്ചാൽ ഗവർണർ സർവകലാശാലയിൽ സ്വയംഭരണം ഇല്ലാതെയാവും. 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ ഇഷ്ടക്കാർ VC-യാവും. വാഴ്സിറ്റി ട്രിബ്യൂണൽ സ്ഥാപിച്ചാൽ ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കി വിരമിച്ച ജില്ലാ ജഡ്ജിയെ സർക്കാരിന് നിയമിക്കാം. പൊതുജന ആരോഗ്യ ബില്ലിൽ ആയുഷ് വിഭാഗത്തിന് പരിഗണനയില്ല. അതുപോലെ തന്നെ അലോപ്പതി ഒഴികെയുള്ള ഡോക്ടർമാർക്ക് പ്രതിഷേധവുമുണ്ട്. അതേസമയം ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും റബ്ബർ സ്റ്റാമ്പാണോ അല്ലയോ എന്നുമൊക്കെ വിവിധ കേസുകളിൽ സുപ്രീം കോടതി വിധികളുണ്ട്. ബില്ലുകൾ പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് എന്തെല്ലാം അധികാരമുണ്ടെന്ന് 1979 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ച് 3 തരത്തിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാം. ബില്ലിന് സമ്മതം നൽകുകയോ സമ്മതം തടഞ്ഞുവെക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയോ ചെയ്യാം. ഭരണഘടനാ പ്രകാരം ബില്ലിൽ സമ്മതം അറിയിക്കാതെ തടഞ്ഞുവെക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർക്ക് അല്ലെങ്കിൽ ഗവർണർ രണ്ടും കൽപ്പിച്ചാണ് നീങ്ങുന്നത് എന്ന് സർക്കാരിന് അറിയാവുന്നതുകൊണ്ടാണ് സർക്കാർ നൽകിയ റിട്ട് ഹർജിയുടെ പകർപ്പ് രാജ്ഭവനിൽ എത്തിച്ചത്. ഗവർണറുമായി ഒരു തരത്തിലുള്ള തർക്കത്തിലും സർക്കാർ ഇപ്പോൾ തയ്യാറല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തം. കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ച് കേരളം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതുപോലെ ഗവർണർക്കെതിരായ കേസും പുകിലാകുമെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. നിർമ്മല സീതാരാമനെതിരായ കേസിൽ കേരളത്തിന് പണി കിട്ടി. അതേ അവസ്ഥ ഗവർണർക്കെതിരായ കേസിലും നിയമവൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ സാധാരണഗതിയിൽ കോടതികൾ തൊട്ടുകളിക്കാറേയില്ല, പ്രത്യേകിച്ച് സുപ്രീം കോടതി.